റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സഹകരണ ബാങ്കിന്റെ എല്ലാ കോഴ്സുകളും 20% ഓഫറിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഈ ഓഫർ ജനുവരി 25, 26, 27 തീയതികളിൽ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ മേഘ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രിബ്യൂണൽ എന്ന് പറയുന്ന നമ്മുടെ കോപ്പറേറ്റീവ് ലോയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നിങ്ങൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോർഷനായിരുന്നു ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് CSEBയുടെ എക്സാമിന് നിങ്ങൾ കൃത്യമായി നോക്കേണ്ട ഭാഗങ്ങളാണ് എക്സാം ഓറിയൻറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ KRFEDൻ്റെ എക്സാം എഴുതുന്നവർക്കും CSEBയുടെ എക്സാം എഴുതുന്നവർക്കും ഒരേപോലെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ട്രിബ്യൂണലിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തെല്ലാം എന്ന് പരിശോധിക്കും. അതിനുശേഷം നമ്മളതിൻ്റെ PYQs ചെയ്യും. അങ്ങനെ ട്രിബ്യൂണൽ കുറച്ച് സമയം കൊണ്ട് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ പഠനമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. കയ്യിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് ഈ ദിവസങ്ങളെ ഉപയോഗിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, സോ ആദ്യം നോക്കാം ട്രിബ്യൂണൽ. ട്രിബ്യൂണലിൽ നമുക്ക് സെക്ഷൻസ് നമുക്കറിയാം. കോപ്പറേറ്റീവ് നമ്മുടെ KCS ആക്ടിന് ഭേദഗതി വന്നിട്ടുണ്ട്, അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പലരും സംശയം ചോദിക്കുന്നുണ്ട്, മിസ്സേ റൂള് പഠിക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. റൂൾസിൽ ഭേദഗതി നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ CSEBയുടെ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. സർക്കുലർ പ്രകാരം ഫെബ്രുവരി 15-ാം തീയതി നടക്കാൻ പോകുന്ന എക്സാമിന് എന്താണ് റൂൾസ്, ഭേദഗതി വന്ന റൂൾസ് ബാധകമല്ല, അത് പഠിക്കേണ്ടതില്ല എന്നുള്ളൊരു സർക്കുലർ CSEB ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് CSEBയുടെ എക്സാമിന് ഈ റൂൾസ്, ഭേദഗതി വന്ന റൂൾസിനെ കുറിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണോ നിങ്ങൾ ഇതുവരെ പഠിച്ചു വന്നിട്ടുള്ളത് അത് തന്നെ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായാലോ, ആ ഒരു സംശയം മാറിക്കഴിഞ്ഞല്ലോ. ഓക്കെ, പക്ഷെ സെക്ഷൻസ് എന്താ, സെക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഭേദഗതി വന്നിട്ടുള്ള സെക്ഷൻസ് ഒക്കെ നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും കൃത്യമായിട്ട് പറയാറുണ്ട്. ഇന്ന ഭാഗത്ത് മാറ്റം വന്നിട്ടുണ്ട്, നിങ്ങൾ അതനുസരിച്ച് പഠിക്കണം എന്നൊക്കെ ഞാൻ പറയാറുള്ളതാണ്. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാം. സെക്ഷൻസ് ആണ് ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സെക്ഷൻ 81. സെക്ഷൻ 81 ആണ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 81 ആണ് ട്രിബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. ഇനി സെക്ഷൻ 81A എന്താണ്? പ്രൊവിഷൻസ് ആസ് ടു സർട്ടൻ പെൻഡിങ് പ്രൊസീഡിങ്സ് അല്ലെ. പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പെൻഡിങ് പ്രൊസീഡിങ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊവിഷൻസ് ആണ് സെക്ഷൻ 81A പറയുന്നത്. അപ്പൊ 81 എന്ന് പറയുന്നതാണ് ട്രിബ്യൂണൽ, 81A എന്ന് പറയുന്നത് പ്രൊവിഷൻസ് ആസ് ടു സർട്ടൻ പെൻഡിങ് പ്രൊസീഡിങ്സ്. ഇനി സെക്ഷൻ 82 എന്താണ്? അപ്പീൽസ് ടു ട്രിബ്യൂണൽ അല്ലെ. അപ്പൊ സെക്ഷൻ 81 നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. പിന്നെ സെക്ഷൻ 82 അപ്പീൽസ് ടു ട്രിബ്യൂണൽ. ദെൻ സെക്ഷൻ 83 അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്. അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് കണ്ടോ, അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്. ഇതും ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് സെക്ഷൻ 83. ദെൻ സെക്ഷൻ 84 റിവിഷൻ ബൈ ട്രിബ്യൂണൽ. സെക്ഷൻ 84 എന്താണ്? റിവിഷൻ ആണ് കേട്ടോ. റിവിഷൻ ബൈ ട്രിബ്യൂണൽ ആണ് സെക്ഷൻ 84 എന്ന് പറയുന്നത്. റിവിഷൻ ബൈ ട്രിബ്യൂണൽ ആണ്. പിന്നെ സെക്ഷൻ 85 റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ. എന്താണ്? റിവ്യൂ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, 84 റിവിഷൻ ആണ് അല്ലെ, റിവിഷൻ ആണ് അല്ലെ, റിവിഷൻ, റിവിഷൻ. ദെൻ 85 എന്താണ്? റിവ്യൂ ആണ്, റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ അല്ലെ. അപ്പോൾ ട്രിബ്യൂണൽ അതിന്റെ തന്നെ ഓർഡേഴ്സിനെ റിവ്യൂ ചെയ്യുന്നതിനെയാണ് സെക്ഷൻ 85 പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാൻ സാധ്യതയുണ്ട്, റിവിഷനും റിവ്യൂവും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലെ. ആദ്യം റിവിഷനാണ് വരുന്നത്, പിന്നെയാണ് റിവ്യൂ വരുന്നത്. ദെൻ സെക്ഷൻ 86 എന്താണ്? ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ. ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ അല്ലെ. യെസ്, ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ. അപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, സെക്ഷൻ 86 പ്രകാരം ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് പുറപ്പെടുവിക്കുന്നത് ആരാണ് എന്ന് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ നമുക്കറിയാം ട്രിബ്യൂണലാണ് ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് പുറപ്പെടുവിക്കുന്നത്. അടുത്ത നോക്കൂ, സെക്ഷൻ 87 എന്താണ്? പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ്. അപ്പൊ ട്രിബ്യൂണലിന് മാത്രമല്ല, ആർക്കാണ്? രജിസ്ട്രാറിനും അതേപോലെ തന്നെ ഗവൺമെന്റിനും റിവിഷനുള്ള പവർ ഉണ്ട്. അപ്പൊ സെക്ഷൻ 87 ആണ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റിന്റെ പവറിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷൻസ് അല്ലെ,
ഇതാണ് സെക്ഷൻസ്. ഇതിൽ എല്ലാ സെക്ഷൻസും ഇപ്പൊ ഈ പറഞ്ഞതിൽ എല്ലാ സെക്ഷൻസും നിങ്ങൾ അറിഞ്ഞിരിക്കണം, നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും ആദ്യത്തെ സെക്ഷൻ 81. ഒബ്വിയസ്ലി നമുക്ക് അറിയണം എന്ത്, അത് ട്രിബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ സെക്ഷൻ 81 ട്രിബ്യൂണലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ അതിന് ശേഷമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് 82 ആണ് കേട്ടോ. 82 നോക്കുക. 82 എന്താണ്, അപ്പീലാണ് പറയുന്നത്, ട്രിബ്യൂണലിലേക്കുള്ള അപ്പീൽസ് ടു ട്രിബ്യൂണൽ സെക്ഷൻ 82. അപ്പൊ 81 കഴിഞ്ഞാൽ 82 നോക്കാം. ദെൻ അപ്പീൽസ് ടു അതർ അതോറിറ്റീസ്, അത് ഈ ഇട നടന്നിട്ടുള്ള പരീക്ഷകൾക്ക്, അതായത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള പല എക്സാംസിനും സെക്ഷൻ 83 നിന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പീൽസ് ടു അതർ അതോറിറ്റീസ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ അപ്പീൽസ് ടു അതർ അതോറിറ്റീസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂൾ എന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. നിങ്ങൾ CSEBയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പരിശീലിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അടുത്ത നോക്കാം, സെക്ഷൻ 84 എന്താണ്, റിവിഷൻ ആണ്. ഞാൻ പറഞ്ഞു 84ഉം 85ഉം ശ്രദ്ധിക്കുക, അത് മാറിപ്പോരുത്. ആദ്യം റിവിഷൻ ബൈ ട്രിബ്യൂണൽ, അതിനുശേഷമാണ് റിവ്യൂ ഓഫ് ഓർഡേഴ്സ് ബൈ ട്രിബ്യൂണൽ വരുന്നത്. അപ്പൊ റിവിഷൻ പിന്നെ റിവ്യൂ. പിന്നെ 86ലാണ് എന്ത്, ഇന്റർലോക്യൂട്ടറി ഓർഡേഴ്സ് പുറപ്പെടുവിക്കുന്നത് ട്രിബ്യൂണലാണ്. ദെൻ സെക്ഷൻ 87 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ തന്നെയാണ് വരുന്നത്. പക്ഷേ ആർക്കാണ് അവിടെ റിവിഷൻ ചെയ്യാനുള്ള പവർ ഉള്ളത്, രജിസ്ട്രാർക്കും അതേപോലെ തന്നെ ഗവൺമെന്റിനുമാണുള്ളത്. മനസ്സിലായോ? അപ്പൊ ഇത്രയാണ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ്. അപ്പൊ ഈ ഒരു ഭാഗം മനസ്സിലായല്ലോ? യെസ്. അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു ഭാഗം, അതായത് ഏത് സെക്ഷനാണ് ഇമ്പോർട്ടന്റ്, ഏതാണ് അത്ര നോക്കണ്ട, ഏതാണ് ഏറ്റവും നന്നായിട്ട് നോക്കണ്ട എന്നൊക്കെ നമുക്ക് സംശയം വരുമല്ലോ. എങ്ങനെയാ നമ്മളത് മനസ്സിലാക്കുക? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന് നന്നായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം. നിങ്ങൾ അതിലത്തെ ചോദ്യങ്ങൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ കാണാതെ പഠിക്കുന്നതിനേക്കാളും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൃത്യമായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ 160 ചോദ്യങ്ങളും ആൻസർ ചെയ്ത് പരിശീലിക്കുക. ഓക്കെ, അത് നിങ്ങൾ ഇരുന്ന് അത് ചെയ്യുമ്പോൾ മാത്രമാണ് അതിന്റെ പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എന്താണ്, ഏത് വിഷയമാണ് നിങ്ങൾക്ക് പ്രശ്നം വരുന്നത്, ഏത് ഭാഗമാണ്. ഇപ്പൊ ലോ ആണെങ്കിൽ ലോയിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത്, നിങ്ങൾ റിവിഷൻ ചെയ്യാത്തത്, നിങ്ങൾ പഠിക്കാത്തത് ഏത് ഭാഗങ്ങളാണെന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് കൃത്യമായിട്ട് ഇരുന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഏറ്റവും നല്ലത് ഒരു OMR ഷീറ്റ് വാങ്ങിയിട്ട് OMRൽ തന്നെ എഴുതി പരിശീലിക്കാനായിട്ട് നോക്കുക. കാരണം പല ആളുകളും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പരീക്ഷ എഴുതേണ്ടത് എങ്ങനെയാന്നുള്ളത് പലപ്പോഴും അറിയില്ല. നന്നായിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടായിരിക്കും, എല്ലാ വിഷയങ്ങളും നന്നായി പഠിച്ച് ബൈഹാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം ഹാളിൽ പോകും. പക്ഷെ എങ്ങനെയാണ് പരീക്ഷ എഴുതേണ്ടതെന്നുള്ളത് OMR കയ്യിൽ കിട്ടുമ്പോഴാണ് ആകെ ഒരു വെപ്രാളം ഉണ്ടാവുന്നത്, അല്ലെ? ടെൻസ്ഡ് ആവും. അപ്പൊ എന്താ സംഭവിക്കുക, നമ്മൾ ഉദ്ദേശിച്ച ചോദ്യത്തിന്, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ചിലപ്പോൾ മാർക്ക് ചെയ്യുന്നത് രണ്ടാമത്തേലാവും. അങ്ങനെ എന്താണ്, മൊത്തത്തിൽ മാറിപ്പോവും. പിന്നെ OMR മെഷീൻ അല്ലേ നോക്കുന്നത്. അപ്പൊ എന്താ ഉണ്ടാവുക, നമ്മൾ ശരിയാണെന്ന് വിചാരിച്ച കാര്യങ്ങളൊക്കെ തെറ്റായിട്ടാവും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സാം ഹാളിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്, അല്ലെ? പ്രത്യേകിച്ച് ആദ്യമായിട്ട് നിങ്ങൾ CSEBയുടെ എക്സാം എഴുതാൻ പോവാണ്, അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം, ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, OMRൽ തന്നെ ചെയ്ത് പരിശീലിച്ചിട്ടുണ്ടാവണം, അല്ലെ? അപ്പൊ അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് ഓക്കെ ഇന്ന ചോദ്യങ്ങളിൽ നിന്ന്, ഇന്ന ഭാഗങ്ങളിൽ നിന്ന് കൂടുതലായിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്, ഇന്ന സെക്ഷൻസിന് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാവുക. അത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറോ 2 ക്വസ്റ്റ്യൻ പേപ്പറോ ചെയ്താൽ പോരാ, അല്ലെ? മാക്സിമം അല്ലെ ഒരു 50+ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏറ്റവും വെൽ ആൻഡ് ഗുഡ്. ഇനി അത്രയും ചെയ്തിട്ടില്ലെങ്കിലും അതിന്റെ പകുതിയെങ്കിലും നമ്മൾ ചെയ്യാം. അപ്പൊ എത്രത്തോളം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഇതിലൂടെ നിങ്ങളുടെ പഠനത്തെ കൃത്യമായിട്ട് സ്ട്രീം ലൈൻ ചെയ്യാനായിട്ട്, അതായത് ഏത് വഴിയിലൂടെ പഠിക്കണം, ഇനി ഏതൊക്കെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്, അതിൽ നിന്നാണ് പറയുന്നത് ട്രിബ്യൂണലിനെ സംബന്ധിച്ച്. ട്രിബ്യൂണൽ അതുകൊണ്ട് തന്നെ ചോദ്യ പേപ്പറുകളിൽ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഇനി PSC ആണെന്നുണ്ടെങ്കിൽ, അതായത് KRF എഴുതുന്നവരാണ്, അല്ലെങ്കിൽ ഇതുപോലെ JCയുടെ എക്സാമിനും അതുപോലെ കേരള ബാങ്കിന്റെ എക്സാമിനൊക്കെ ട്രിബ്യൂണലിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളെല്ലാം ഒരുപാട് പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് സെക്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. അപ്പൊ 81 ട്രിബ്യൂണൽ, പിന്നെ 82 കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ദെൻ റിവിഷൻ, റിവ്യൂ മാറിപ്പോവരുത്. പിന്നെ പവർ ഓഫ് റിവിഷൻ ഓഫ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെന്റ്. ഇത്രയും സെക്ഷൻസ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്. അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇനി നമ്മൾ നോക്കേണ്ടത് റൂൾസിനെ സംബന്ധിച്ചിട്ടാണ്. ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് റൂൾസ് ഉണ്ട് കേട്ടോ, ഒരുപാട് റൂൾസ് ഉണ്ട്. അപ്പൊ ഇത് മൊത്തം എങ്ങനെയാ കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല, പറ്റില്ല.
അപ്പൊ എന്ത് ചെയ്യണം? ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ്, നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളുകൾ ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അത് പഠിക്കുക എന്നുള്ളതാണ് പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അപ്പൊ നമുക്ക് നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ് ഏതൊക്കെയാണ്. റൂൾ 95 ഹെഡ് ക്വാർട്ടേഴ്സ് എക്സെട്ര ഓഫ് ദ ട്രിബ്യൂണൽ അല്ലെ. റൂൾ 95 ട്രിബ്യൂണലിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ട്രിബ്യൂണൽ എവിടെയാണ്? താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആൻസർ രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ റൂൾ 95 ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ട്രിബ്യൂണൽ ആണ്. റൂൾ 96 കസ്റ്റഡി ഓഫ് റെക്കോർഡ്സ് ഓഫ് ദ ട്രിബ്യൂണൽ അല്ലെ. ട്രിബ്യൂണലിന്റെ റെക്കോർഡ്സിന്റെ കസ്റ്റഡിയെ കുറിച്ച് പറയുന്നത് റൂൾ 96 ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് റൂൾ 98. കണ്ടോ, റൂൾ 98 എന്താണ്? ഫോം ആണ്. ഫോം ഓഫ് അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻ അല്ലെ. ഈ ഫോം, ഇതിൽ കുറെ ഫോം നമ്പറുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫോമുകളും അതുപോലെ തന്നെ ഡേറ്റ്, എത്ര ഡേയ്സ്, എത്ര മന്ത്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ടൈം ലിമിറ്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റൂൾ 98 ഫോമുകളെ കുറിച്ച് ഡീൽ ചെയ്യുന്നതുകൊണ്ട് റൂൾ 98 ഇമ്പോർട്ടന്റ് ആണ്. ഫോം ഓഫ് അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻ ആണ്. റൂൾ 99 എന്താണ്? പ്രസന്റേഷൻ ഓഫ് അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസ്. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും ഒരു പ്രാവശ്യം ഒരു എക്സാമിന് ഞാൻ ചോദ്യം കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് റൂൾ 99 പ്രസന്റേഷൻ ഓഫ് അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസ്. ദെൻ റൂൾ 123 വെരി വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇപ്പോൾ നടന്നിട്ടുള്ള ഒരു 2 വർഷമായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരുന്നുണ്ട്. റൂൾ 123 1 2 3 പഠിക്കാൻ എളുപ്പം അല്ലെ. 1 2 3 അടുപ്പിച്ച് വരുന്ന സംഖ്യകളാണ്. അപ്പൊ 1 2 3 എന്താണ്? ഫീസ് ഫോർ, അതും അടുപ്പിച്ച് വരുന്ന കാര്യങ്ങളാ. അപ്പീൽസ്, പിന്നെ റിവിഷൻ, പിന്നെ എന്താണ്? റിവ്യൂ. 3 കാര്യങ്ങളുണ്ട് കണ്ടോ. അപ്പീൽസ്, റിവിഷൻ, റിവ്യൂ. ഈ 3 തന്നെ 1 2 3. അപ്പോ 3 സംഖ്യയാണ് അല്ലെ. 3 സംഖ്യയുടെ 3 കാര്യങ്ങളുണ്ട്. അപ്പീൽസ്, റിവിഷൻ, റിവ്യൂ. അപ്പൊ റൂൾ 123 എന്ന് പറയുന്നത് ഫീസ് ആണ്. എന്തിന്റെയൊക്കെ ഫീസ്? അപ്പീലിന്റെ ഫീസ്, റിവിഷന്റെ ഫീസ്, റിവ്യൂന്റെ ഫീസ്. അപ്പൊ ഈ റൂള് നന്നായിട്ട് നിങ്ങൾ നോക്കണം. റൂൾ 123 വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ അത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ടെക്സ്റ്റ് എടുത്ത് കൃത്യമായിട്ട് അതൊന്ന് വായിക്കാം. ദെൻ റൂൾ 124A. റൂൾ 124A ഫീസ് ഫോർ അപ്പീൽസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഫോർ റിവിഷൻ ബിഫോർ ദ ഗവൺമെന്റ് ഓർ രജിസ്ട്രാർ. കണ്ടോ, ഇത് എന്താണ്? തൊട്ട് മുകളിൽ പറഞ്ഞത് ഫീസ് ഫോർ അപ്പീൽസ്, റിവിഷൻ ആൻഡ് റിവ്യൂ ആണ്. ട്രിബ്യൂണലിലേക്കുള്ള അപ്പീലും റിവിഷനും റിവ്യൂയും പറഞ്ഞു. പക്ഷേ 124A നോക്കൂ. കണ്ടോ, 124A എന്താ പറയുന്നേ? അപ്പീലും അപ്ലിക്കേഷൻ, എന്താ പറയാ, റിവിഷന്റെ അപ്ലിക്കേഷനൊക്കെ ഉള്ള ഫീസ് തന്നെയാണ് പറയുന്നത്. പക്ഷെ അത് എവിടേക്കുള്ളതാ? ഗവൺമെന്റ് അഥവാ രജിസ്ട്രാർ അല്ലെ. ഗവൺമെന്റ് ഓർ രജിസ്ട്രാറിലേക്കുള്ള അപ്പീലിന്റെയും അതുപോലെ തന്നെ റിവിഷന്റെയും ഒക്കെ ഫീസ്, ആപ്ലിക്കേഷൻ ഫീയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് റൂൾ 98 ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റൂൾ 123 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റൂൾ 123 ഇമ്പോർട്ടന്റ് ആണ്. ദെൻ റൂൾ 124A. ഓക്കെ, റൂൾ 124A. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. റൂൾ 98 ഫോം. അപ്പൊ ഇത് കേട്ടോ, ഇത് നന്നായി പഠിക്കുക. പിന്നെ 123 മറക്കരുതേ. പിന്നെ 124A. ഓക്കെ, അപ്പൊ റൂളുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ 3 കൃത്യമായിട്ട് പഠിക്കുക. ബാക്കിയുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. അതായത് ഓക്കെ 95 96 98 എന്നൊക്കെ പറയുന്നത് ട്രിബ്യൂണലുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളൊരു ഐഡിയ എങ്കിലും നമുക്ക് ഉണ്ടാവണം. അടുത്തത് പറയുന്നത് നമുക്കറിയാം, ട്രിബ്യൂണൽ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ലോയിൽ പഠിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, എന്നോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ടെക്സ്റ്റ് വായിക്കണം മിസ് എന്ന് ചോദിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും പറയും ടെക്സ്റ്റ് വായിക്കണം എന്നുള്ളത്. ഇത് ടെക്സ്റ്റ് വായിച്ച് അതിൽ നിന്നും ഏറ്റവും എസെൻസ് ആയിട്ട് എടുത്തിട്ടുള്ള പോയിന്റുകളാണ്. പക്ഷേ ഈ പോയിന്റുകൾ മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മതി, വെൽ ആൻഡ് ഗുഡ്. ബട്ട് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ എത്ര ഉള്ളിൽ നിന്ന് വന്നാലും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ടെക്സ്റ്റിന് അല്ലെങ്കിൽ ആ ലോന്റെ ഒരു ഭാഷയുണ്ട് അല്ലേ, ആ ഒരു എഴുതുന്ന ഒരു ശൈലിയുണ്ട്. മറ്റു സബ്ജക്റ്റ് പോലെയല്ല, ഇപ്പോൾ കോർപ്പറേഷനോ അക്കൗണ്ടൻസിയോ അതിൽ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് അല്ല ലോയ്ക്കുള്ളത്. ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഷയുമായിട്ട് നിങ്ങൾക്കൊരു പരിചയം ഉണ്ടെങ്കിലാണ് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വരുന്ന സമയത്ത് നിങ്ങൾക്കത് കുറച്ചും കൂടി കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് ഇതാണ്, നിങ്ങൾ കൃത്യമായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ഇപ്പോൾ ട്രിബ്യൂണൽ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്ത് വെക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുക കേട്ടോ. ആ ഒരു ഭാഗം ചിലപ്പോൾ വായിച്ച കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നും ഉണ്ടാവില്ല, അറിയാത്ത കുറേ വാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് ഒന്ന് ഒരു വായനയെങ്കിലും നടത്തിയിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അതിനുശേഷം ഇതിൽ പറയുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്, ഇപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ്സുകളില്ലേ, ആ പറയുന്ന പോയിന്റുകൾ അടയാളപ്പെടുത്തി വെക്കുക. ഓക്കെ, എന്നിട്ട് അതൊന്നും കൂടി വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് എന്തായിരിക്കും, അത് കൃത്യമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അങ്ങനെ വേണം നമ്മൾ അതിനെ പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് കിടക്കാം. നോക്കൂ, ഒന്നാമത്തെ പോയിന്റ്, a person shall not be qualified for appointment as a member of the tribunal unless he is or has been holding the post of a district judge in the state. അതായത് ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താണ്, നമ്മുടെ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര മെമ്പേഴ്സ് ഉണ്ടായിരിക്കും ട്രിബ്യൂണലില്, ഒരാളെ ഉണ്ടാവുള്ളൂ. എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണ് അല്ലെ. നോക്കൂ, ഒരു സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണ്. ഇതിൽ രണ്ടാമത്തെ പോയിന്റ് ആയിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണ്, സിംഗിൾ മെമ്പർ ആണ് അല്ലെ. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ ആണ്, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ഇനി നോക്കുക, എന്തായിരിക്കണം ആ വ്യക്തിയുടെ ക്വാളിഫിക്കേഷൻ, എന്തായിരിക്കണം, ഹാസ് ബീൻ, അൺലെസ് ഹി ഓർ ഹാസ് ബീൻ ഹോൾഡിംഗ് അല്ലെ, ഹി ഈസ് ഓർ ഹാസ് ബീൻ ഹോൾഡിംഗ് എന്നാ പറയണത്. ഒന്നില്ലെങ്കിൽ ഇപ്പോ ആ പോസ്റ്റ്, ഏത് പോസ്റ്റ്, ജില്ലാ ജഡ്ജിയുടെ, ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പോസ്റ്റ് ഇൻ ദ സ്റ്റേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് ജില്ലാ ജഡ്ജിയുടെ പോസ്റ്റിൽ ഇരിക്കുന്ന ആളോ, ഈസ് എന്നാ പറഞ്ഞിട്ടുള്ള, അപ്പൊ ഇപ്പൊ നിലവിലുള്ള ആളോ അല്ലെങ്കിൽ ഹാസ് ബീൻ ഹോൾഡിംഗ് അല്ലെ, അത് ആ ഒരു പോസ്റ്റിൽ നിലനിൽക്കുന്ന ആളോ ആയിരിക്കണം അല്ലെ, ആ ഒരു പോസ്റ്റിലുള്ള ആളായിരിക്കണം എന്ത്, ട്രിബ്യൂണൽ ആയിട്ട് ഉണ്ടാവേണ്ടത്. അപ്പൊ ഡിസ്ട്രിക്ട് ജഡ്ജ് എന്നുള്ളതാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പൊ ക്വാളിഫിക്കേഷൻ ശ്രദ്ധിക്കുക കേട്ടോ. ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം, സിംഗിൾ മെമ്പർ ആയിരിക്കണം, അപ്പോയിന്റ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. ഇത് ചോദിക്കും, ആരാണ് ട്രിബ്യൂണലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ചോദിക്കും. എന്നിട്ട് ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നെ എന്തായിരിക്കും, രജിസ്ട്രാർ എന്നായിരിക്കും. അപ്പൊ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ സംശയം തോന്നും, കാരണം കുറെ സ്ഥലത്ത് നമ്മൾ രജിസ്ട്രാറിനെ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ, RCS എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോന്നും, രജിസ്ട്രാർ ആണോ, പക്ഷെ അല്ല. നിങ്ങൾ ആലോചിക്കുക, ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രജിസ്ട്രാറിനെ നമ്മൾ പഠിക്കും, രജിസ്ട്രാറിന്റെയും അതുപോലെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ ഒക്കെ വിധി അല്ലെ, അവരുടെ അവാർഡ് അല്ലെങ്കിൽ അവരുടെ ഡിസിഷന്റെ മുകളില് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പീൽ കൈകാര്യം ചെയ്യുന്ന ഒരു ഹയർ അതോറിറ്റിയാണ് ട്രിബ്യൂണൽ. അങ്ങനെ ഹയർ അതോറിറ്റിയിൽ ഇരിക്കുന്ന ആ ഒരു ട്രിബ്യൂണൽ എന്ന പോസ്റ്റിലുള്ള ആളെന്നെ ഒരിക്കലും അപ്പോയിന്റ് ചെയ്യുന്നത് അതിന്റെ താഴെയുള്ള ആളാവില്ലല്ലോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെ രജിസ്ട്രാർ ആവില്ല. അപ്പൊ അതിന്റെ മുകളിലുള്ള ആൾ മാത്രമാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും. അങ്ങനെ കുറച്ചൊക്കെ നമുക്കൊരു കോമൺ സെൻസ് വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണം. കാണാപ്പാടം പഠിക്കല്ല, കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എ സിംഗിൾ മെമ്പർ ട്രിബ്യൂണൽ അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ് ആണ് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കൂ. യെസ്, an appeal to the tribunal shall be filed within 60 days from the date of decision or award. ഇനി നമുക്കറിയാം ട്രിബ്യൂണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും അപ്പീലുകളാണ് എടുക്കുന്നത്, ശരിയല്ലേ? അങ്ങനെ അപ്പീൽ എടുക്കണമെങ്കിൽ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അവാർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വിധി അല്ലെങ്കിൽ ഒരു തീരുമാനം അല്ലെ. അപ്പോൾ ആരെടുക്കുന്ന തീരുമാനം? രജിസ്ട്രാറോ അല്ലെങ്കിൽ രജിസ്ട്രാർ നിയമിച്ചിട്ടുള്ള ആർബിട്രേറ്ററോ അല്ലെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയോ അല്ലെ. അപ്പൊ ഇവരുടെ വിധി അഥവാ അവാർഡിന്റെ മുകളിലാണ് അപ്പീൽ പോകുന്നത്. ഈ അപ്പീൽ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നാണ് പറയുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, 60 ദിവസം. എത്രയാണ്? 60 days. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 60 days, 60 ദിവസം. അപ്പോൾ an appeal to the tribunal shall be filed within 60 days from the date of decision or award. മനസ്സിലായോ? 60 ദിവസം എന്നുള്ളതാണ് ആ കാലയളവ്. കൃത്യമായിട്ട് ഓർത്ത് വെക്കുക, പഠിക്കുക. 60 ദിവസം. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം. The tribunal shall pass an order within 6 months with direction to communicate the copies thereof within 15 days to the parties thereof. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതായത് ഇപ്പോൾ ഒരു രജിസ്ട്രാറിന്റെയോ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെയോ അല്ലെങ്കിൽ ആർബിട്രേറ്ററുടെയോ ഒരു വിധിയുടെ മുകളിൽ അഥവാ ഒരു അവാർഡ് അല്ലെങ്കിൽ ഒരു ഡിസിഷന്റെ മുകളിൽ നമുക്ക് അപ്പീൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ അപ്പീൽ എത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറഞ്ഞു? 60 ദിവസത്തിനുള്ളിൽ വേണം ട്രിബ്യൂണലിന് സമർപ്പിക്കാനായിട്ട്. ആ കാര്യം പഠിച്ചല്ലോ. യെസ്. അടുത്ത കാര്യം, ഇങ്ങനെ ഒരു അപ്പീൽ റിസീവ് ചെയ്തു, ട്രിബ്യൂണലിനെ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം സ്വീകരിച്ച് എത്ര സമയത്തിനുള്ളിൽ? 6 മാസത്തിനുള്ളിൽ അല്ലെ തീരുമാനിച്ച്, അതായത് എന്താണ് അതിലെ വിധി എന്ന് തീരുമാനിക്കുന്നത് 6 മാസത്തിനുള്ളിൽ തീരുമാനിക്കണം എന്നാണ് പറയുന്നത്. 6 മാസം. ഓക്കെ, 6 മാസത്തിനുള്ളിൽ ട്രിബ്യൂണല് ഒരു വിധി ഇല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കണം. അത് മാത്രം മതിയോ? അല്ല, ഈ കൺസേൺഡ് പാർട്ടീസ്, അതായത് ആരാണോ അപ്പീൽ കൊടുത്തിട്ടുള്ളത് ആ കൺസേൺഡ് പാർട്ടീസിനെ ഈ വിധി പ്രഖ്യാപിച്ച് 15 ദിവസത്തിനുള്ളിൽ, അതായത് ട്രിബ്യൂണൽ
അതിലൊരു ഡിസിഷൻ എടുത്ത് 15 ദിവസത്തിനുള്ളിൽ അവരുമായിട്ട് ഈ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നും കൃത്യമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു കാര്യമാണ് നെക്സ്റ്റ് ശ്രദ്ധിക്കണം. അപ്പൊ 60 days പറഞ്ഞു, അതുപോലെ 6 months കേസ് മറക്കില്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്തായിരുന്നു? സിംഗിൾ മെമ്പർ ആണ് ട്രിബ്യൂണൽ, ഗവൺമെന്റ് ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്, ഡിസ്ട്രിക്ട് ജഡ്ജ് അല്ലെ, അതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ രജിസ്ട്രാറിന്റെയോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെയോ ആർബിട്രേറ്ററുടെയോ വിധിയുടെ അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുത്ത് 60 ദിവസത്തിനുള്ളിൽ അവരുടെ ഡിസിഷൻ വന്ന് 60 ദിവസത്തിനുള്ളിൽ അപ്പീൽ ട്രിബ്യൂണലിന് സമർപ്പിക്കണം. ഇനി അങ്ങനെ സമർപ്പിക്കപ്പെട്ട വിധിയിന്മേല് ട്രിബ്യൂണൽ എന്ത് ചെയ്യണം? 6 മാസത്തിനുള്ളിൽ ട്രിബ്യൂണൽ തീരുമാനം എടുക്കുകയും ആ വിവരം, എടുത്ത തീരുമാനത്തിന്റെ വിവരം 15 ദിവസത്തിനുള്ളിൽ കൺസേൺഡ് പാർട്ടീസിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം, അവരെ അറിയിക്കുകയും വേണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? നെക്സ്റ്റ് ഇനി നോക്കാം. എവറി അപ്പീൽ മെമ്മോറാൻഡം ടു ദ ട്രിബ്യൂണൽ under section 82 subsection 1 shall be in form number 15 in duplicate. അപ്പൊ നോക്കൂ, അടുത്തത് ഞാൻ പറഞ്ഞിരുന്നു ഫോമുകൾ അല്ലെ, ഫോമുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നോക്കാം, പ്രധാനപ്പെട്ട ഫോമുകളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഫോം നമ്പർ 15, ഫോം നമ്പർ 15 കേസ് എന്താ നോക്കാം. എന്താണ്? അപ്പീൽ മെമ്മോറാൻഡം ടു ട്രിബ്യൂണൽ. ഫോം നമ്പർ 15 നമ്മൾ സമർപ്പിക്കുന്നത് അപ്പീൽ മെമ്മോറാൻഡം ടു ദ ട്രിബ്യൂണൽ ആണ്. ട്രിബ്യൂണലിന് സമർപ്പിക്കുന്ന അപ്പീലിന്റെ മെമ്മോറാൻഡം ഏത് ഫോമിലായിരിക്കണം? ഫോം നമ്പർ 15 ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് സമർപ്പിക്കണം. ഫോം നമ്പർ 15 അപ്പോ അപ്പീൽ മെമ്മോറാൻഡം ടു ട്രിബ്യൂണൽ ആണ് ഫോം നമ്പർ 15 സമർപ്പിക്കുന്നത്. അടുത്തത് നോക്കാം. അപ്ലിക്കേഷൻ ഫോർ റിവ്യൂ. എവറി അപ്ലിക്കേഷൻ ഫോർ റിവ്യൂ അണ്ടർ സെക്ഷൻ 85 അല്ലെ, നമ്മൾ പഠിച്ചിരുന്നു 84 റിവിഷൻ, 85 റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ 85 പറയുന്ന അപ്ലിക്കേഷൻ ഫോർ റിവ്യൂ ഏതായിരിക്കണം? ഫോം നമ്പർ 16, ഫോം നമ്പർ 16 വേണം സമർപ്പിക്കാൻ. ഫോം നമ്പർ 16 വേണം സമർപ്പിക്കാൻ. അപ്പൊ എന്താണ്? അപ്പീൽ മെമ്മോറാൻഡം, ട്രിബ്യൂണലിലേക്കുള്ള അപ്പീൽ മെമ്മോറാൻഡം ഫോം നമ്പർ 15. ഓക്കെ അല്ലേ? രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ, റിവ്യൂവിനുള്ള ആപ്ലിക്കേഷൻ എത്രയിലാണ്? ഫോം നമ്പർ 16. ഇനി അടുത്ത നോക്കാം. ഇന്റർലോക്യുറ്ററി ആപ്ലിക്കേഷൻ. ഇന്റർലോക്യുറ്ററി ആപ്ലിക്കേഷൻ എത്രയായിരിക്കണം? ഫോം നമ്പർ 18. ഫോം നമ്പർ 18 നമ്മളത് സമർപ്പിക്കുന്നത്. അപ്പോൾ ഫോം നമ്പർ 18 എന്താണ്? ഇന്റർലോക്യുറ്ററി ആപ്ലിക്കേഷൻ. ഇന്റർലോക്യുറ്ററി ആപ്ലിക്കേഷൻ പാസ്സാക്കുന്നത് ആരാണ്? നമ്മുടെ ഇന്റർലോക്യുറ്ററി വിധിയും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ട്രിബ്യൂണലാണ്. അതിനുള്ള ആപ്ലിക്കേഷൻ നമ്മൾ ഫോം നമ്പർ 18 സമർപ്പിക്കണം. അപ്പൊ 3 പ്രധാനപ്പെട്ട ഫോമുകൾ ഇവിടെ പറഞ്ഞു കേട്ടോ. 15, 16, 18 ശ്രദ്ധിക്കൂലോ. നെക്സ്റ്റ് നോക്കാം. An application for revision under section 84 and review under section 85 shall be with rupees 250. അതായത് ഈ ആപ്ലിക്കേഷൻ ഫോർ റിവിഷൻ അണ്ടർ സെക്ഷൻ 84 അതുപോലെ തന്നെ റിവ്യൂ അണ്ടർ സെക്ഷൻ 85 250 രൂപ ഫീസോട് കൂടിയിട്ട് വേണം സമർപ്പിക്കാൻ. അപ്പൊ ഇതിൽ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അതായത് ഫീസിലൊക്കെ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു, പിന്നെയും പറയുന്നു, അതായത് റൂൾസിൽ ഭേദഗതി വന്നിട്ടുണ്ട്. റൂൾസിലാണ് ഈ പറയുന്ന ഫീസും കാര്യങ്ങളൊക്കെ, ടൈം ലിമിറ്റും അതുപോലെ ഫീസൊക്കെ എപ്പോഴും പറയുന്ന റൂൾസിലാണ്. റൂൾസിൽ ഭേദഗതി വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ CSEB ഫെബ്രുവരി 15 നടക്കുന്ന പരീക്ഷയ്ക്ക് അത് ബാധകമല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പഴയ രീതി തന്നെ പഠിച്ചു വെക്കുന്നത് കേട്ടോ. അല്ലാതെ മാറ്റം വന്നിട്ടില്ല എന്നുള്ള ഒരു ഇതില്ലാതെ അല്ല, മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാം. പക്ഷേ സർക്കുലർ പ്രകാരം നമ്മൾ അത് പഠിക്കണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പഴയ ഇത് തന്നെ പഠിച്ചു വെക്കുന്നത്. ഓക്കെ അല്ലേ? സെക്ഷനിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പൊ സെക്ഷനിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതുകൊണ്ട് ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ, ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്നൊരു ചോദ്യമാണിത്, അതുകൊണ്ടാണ് ഞാൻ അതിനൊന്ന് അഡ്രസ് ചെയ്തത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. An application for review by any party shall be made within 90 days from the date of communication of the order of tribunal. അതായത് ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂവിന് വേണ്ട ആപ്ലിക്കേഷൻ, അതായത് ട്രിബ്യൂണൽ ഒരു ഓർഡർ പുറപ്പെടുവിച്ചു, ട്രിബ്യൂണലിന്റെ തന്നെ ഓർഡറിനെ ഒന്ന് റിവ്യൂ ചെയ്യാനായിട്ടുള്ള ആപ്ലിക്കേഷൻ എത്ര ദിവസത്തിനുള്ളിൽ സമർപ്പിക്കണം എന്നാ പറയുന്നേ? 90 days. കണ്ടോ, 90 daysനുള്ളിൽ സമർപ്പിക്കണം. അതായത് ട്രിബ്യൂണലിന്റെ ഓർഡർ വന്ന് 90 ദിവസത്തിനുള്ളിൽ ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ അല്ലെ, റിവ്യൂ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ 90 days. നേരത്തെ നമ്മളൊരു 60 daysന്റെ കേസ് പറഞ്ഞു, ഓർമ്മയുണ്ടാവുമല്ലോ. ആ 60 days എന്തായിരുന്നു? അത്
ഒരു ഓർഡർ വന്ന, അതായത് രജിസ്ട്രാറിന്റെയോ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെയോ അല്ലെ അല്ലെങ്കിൽ ആർബിട്രേറ്ററുടെയോ വിധി വന്നിട്ട് നമ്മൾ 60 ദിവസത്തിനുള്ളിൽ വേണം സമർപ്പിക്കാനായിട്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പീല് സമർപ്പിക്കാനായിട്ട്, ട്രിബ്യൂണലിന് അപ്പീല് സമർപ്പിക്കാനായിട്ട്. പിന്നെ അതിൽ 6 മാസത്തിനുള്ളിൽ ട്രിബ്യൂണൽ തീരുമാനമെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 90 ഡേയ്സിന്റെ കേസ് പറയുന്നത് റിവ്യൂ ആപ്ലിക്കേഷന്റെ കേസാണ്. ഈ ഒരു കാര്യം ഓർമ്മ ഉണ്ടല്ലോ. നെക്സ്റ്റ് നോക്കാം. ഇനി സ്റ്റാഫ് ഓഫ് ദ ട്രിബ്യൂണൽ ഷാൾ കൺസിസ്റ്റ് ഓഫ് എൻ ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആസ് സെക്രട്ടറി. അപ്പൊ നമുക്കറിയാം ട്രിബ്യൂണലിന്റെ കേസ് നമ്മൾ പറഞ്ഞു സിംഗിൾ മെമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഡിസ്ട്രിക്ട് ജഡ്ജ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ് കേട്ടോ. ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഈ ട്രിബ്യൂണലിന് സ്റ്റാഫ് ആവശ്യമുണ്ടല്ലോ, സിംഗിൾ മെമ്പറിലെ മറ്റു കാര്യങ്ങളും ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അല്ലെ, ക്ലറിക്കൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സ്റ്റാഫ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്റ്റാഫില് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന ആളാണ് ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും സെക്രട്ടറി ആയിട്ട് ഉണ്ടാവുക. സെക്രട്ടറി ആയിട്ട് ഉണ്ടാവുക ആരാണ്? ഓഫീസർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർ ആയിരിക്കും സെക്രട്ടറി ആയിട്ട് നമ്മുടെ ട്രിബ്യൂണലിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത് പ്രത്യേകം ശ്രദ്ധിക്കാം, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ട്രിബ്യൂണൽ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ട്രിബ്യൂണൽ, ട്രിബ്യൂണലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് അല്ലെ, വേണമെങ്കിൽ സിഇഒ എന്നൊക്കെ പറയാം അല്ലെ. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ആരാണ്? ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിലുള്ള ആളായിരിക്കണം. ആരാണ്? ഡെപ്യൂട്ടി രജിസ്ട്രാർ അല്ലെ, DR റാങ്കിലുള്ള ആളായിരിക്കണം. ഓക്കെ, DR റാങ്കിലുള്ള ആളായിരിക്കണം. അപ്പൊ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ട്രിബ്യൂണൽ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിലുള്ള ആളായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, അത് മാറിപ്പോവരുത്. DR ഡെപ്യൂട്ടി രജിസ്ട്രാർ റാങ്കിലുള്ള ആളായിരിക്കണം. നിങ്ങൾക്ക് അറിയാലോ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ഹൈറാർക്കി ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും, കോർപ്പറേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായിട്ട് പഠിച്ചു വരിക. ഒരു ഹൈറാർക്കി കൃത്യമായിട്ട് അറിയണം. ഏറ്റവും താഴെ അല്ലെ താലൂക്ക് ആരാണ്, പിന്നെ ജില്ലാ മേധാവി ആരാണ് അല്ലെ, പിന്നെ അഡീഷണൽ രജിസ്ട്രാർമാര്, RCS, അങ്ങനെയുള്ള ആ ഒരു പിരമിഡ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ ഒരു പിരമിഡും കൂടി ഒന്ന് ഇവിടെ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ട്രിബ്യൂണൽ. ഇനി സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് അപ്പീൽ ക്യാൻ ബി ഫയൽഡ്, ഇത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യമാണ്. അതായത് അപ്പീൽ എപ്പോൾ സമർപ്പിക്കാം, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ട്രിബ്യൂണലിലേക്ക് അപ്പീൽ സമർപ്പിക്കുന്നത്. ഒന്ന് പറഞ്ഞു, ഒന്ന് ഓർഡർ ഓഫ് രജിസ്ട്രാർ അല്ലെ, രജിസ്ട്രാറിന്റെ ഓർഡർ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോടതിയുടെ ഉത്തരവ്, ആർബിട്രേറ്റർ. ഈ 3 കേസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രിബ്യൂണലിലേക്ക് ഒരു അപ്പീൽ ഫയൽ ചെയ്യുന്നത്. ഇനി ഇത് കൂടാതെ, അതായത് ട്രിബ്യൂണൽ കൂടാതെ വേറെ ആർക്കെങ്കിലും നമുക്ക് അപ്പീൽ സമർപ്പിക്കാൻ പറ്റുമോ? പറ്റും. അതാണ് സെക്ഷൻ 83 പറയുന്നത്. അപ്പീൽ ടു അതർ അതോറിറ്റീസ് അണ്ടർ സെക്ഷൻ 83. ഓക്കെ, അപ്പോ ഏതൊക്കെ കേസുകളിലാണ് ഈ അപ്പീൽ ടു അതർ അതോറിറ്റീസ് വരുന്നത്? ഇവിടെ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിക്കുന്നത്? ആരെയായിരിക്കും? ഈ ട്രിബ്യൂണൽ അല്ലാതെ നമുക്ക് ആരുടെ അടുത്തൊക്കെ അപ്പീൽ സമർപ്പിക്കാം? യെസ്, ഏതൊക്കെയാണ്? രജിസ്ട്രാറും അതേപോലെ തന്നെ ഗവൺമെന്റും. അതാണ് ഈ അതർ അതോറിറ്റീസിൽ പ്രധാനമായിട്ടും വരുന്ന 2 ഇതെന്ന് പറയുന്നത്, അതോറിറ്റി എന്ന് പറയുന്നത്. ഒന്ന് RCSഉം ഒന്ന് ഗവൺമെന്റുമാണ്. എപ്പോഴാണ് RCSന് നമ്മൾ അപേക്ഷ അല്ലെങ്കിൽ അപ്പീൽ സമർപ്പിക്കാം? അതായത് ഇപ്പോൾ നമുക്കറിയാം, ആ ഒരു ഹൈറാർക്കി അറിയാലോ നിങ്ങൾക്ക്, ഒരു പിരമിഡ് ആണ് അല്ലെ. ഈ പിരമിഡില് ഈ കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പിരമിഡ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും താഴെ നമുക്കറിയാം ഇവിടെ AR അല്ലെ, അതിന്റെ മുകളിൽ DR, അങ്ങനെ അങ്ങനെ മുകളിലേക്ക് പോകും അല്ലെ. ഏറ്റവും മുകളിലാണ് ആരിയിരിക്കുന്നത്? RCS ഇരിക്കുന്നത്. ഓക്കെ, ഏറ്റവും ടോപ്പിലാണ് RCS ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അഡീഷണൽ രജിസ്ട്രാർ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അപ്പീൽ നമ്മൾ ആർക്ക് കൊടുക്കും? RCSന് കൊടുക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രജിസ്ട്രാർക്ക് അപ്പീൽ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെക്ഷൻ 3 പ്രകാരം ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ, പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടു എനി അതർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഓഫീസർ ആയിട്ടുള്ള കോർപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഓഫീസർക്ക് തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ RCSന്റെ അധികാരം കൈയാളുന്ന ആളുകളാണ് അഡീഷണൽ രജിസ്ട്രാർ ആണെങ്കിലും DR ആണെങ്കിലും AR ആണെങ്കിലും ഒക്കെ, ജോയിന്റ് രജിസ്ട്രാർ ഒക്കെ, ശരിയല്ലേ? അപ്പൊ ഇതിൽ ഈ ഹൈറാർക്കിയില് ഇപ്പോ AR എടുത്തിട്ടുള്ള ഒരു തീരുമാനത്തിൽ അപ്പീൽ കൊടുക്കുന്ന ആരായിരിക്കും? ജില്ലാ മേധാവിക്കായിരിക്കും, ശരിയല്ലേ? അപ്പൊ അങ്ങനെ അങ്ങനെ മുകളിലേക്ക് പോകും. അങ്ങനെ RCSന് അങ്ങനെയാണ് ഒരു അപ്പീൽ വരുന്നത്. മനസ്സിലായല്ലോ? സോ നമുക്ക് അപ്പീൽ ടു അതർ അതോറിറ്റീസ് അണ്ടർ സെക്ഷൻ 83 ആണ് അടുത്ത നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്കറിയാം രജിസ്ട്രേഷൻ, അമെൻമെന്റ്, അതുപോലെ തന്നെ ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ, സർചാർജ്, വൈൻഡിങ് അപ്പ്, ഓർഡർ ബൈ ലിക്വിഡേറ്റർ, അതുപോലെ എക്സിക്യൂഷൻ, ഓർഡർ ഫോർ അറ്റാച്ച്മെന്റ് ഓഫ് എനി പ്രോപ്പർട്ടി മെയ്ഡ് ബൈ രജിസ്ട്രാർ തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം അപ്പീൽ ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? രജിസ്ട്രാർ, ഗവൺമെന്റ്. അതാണ് ഈ അതർ അതോറിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് സെക്ഷൻ 83 അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ രജിസ്ട്രേഷൻ, അമെൻമെന്റ് തുടങ്ങി ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ,
അതായത് ഏകദേശം ഇത് തൊട്ടിട്ട് ഇതുവരെ അല്ലെ, ഇത്രയും കാര്യങ്ങളുടെ മേല് അപ്പീൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആരുടെ അടുത്താണ് കൊടുക്കേണ്ടത്? നോക്കൂ, RCSന്റെ അടുത്തോ ഗവൺമെന്റിന്റെ അടുത്തോ അല്ലെ, ഷാൾ ബി മെയ്ഡ് വിതിൻ 60 days. അത് 60 ദിവസത്തിനുള്ളിൽ കൊടുക്കുകയും വേണം. വിതിൻ 60 daysനുള്ളിൽ തന്നെ അപ്പീൽ കൊടുക്കുകയും വേണം. അപ്പൊ നമുക്കറിയാം ആ ഒരു ഹൈറാർക്കിയിൽ RCS ഏറ്റവും ടോപ്പിലുള്ള ആളാണ് അല്ലെ. RCS എടുത്തൊരു തീരുമാനത്തിന്റെ മുകളിലാണെങ്കിൽ നമ്മൾ ഗവൺമെന്റിന് അപ്പീൽ കൊടുക്കും. നേരെ മറിച്ച് ഇപ്പൊ RCSന്റെ കീഴിൽ RCSന്റെ അധികാരങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള കുറെ ഓഫീസേഴ്സ് ഉണ്ട്. അഡീഷണൽ രജിസ്ട്രാർ അല്ലെ, ജോയിന്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ, AR എന്നൊക്കെ പറയുന്നത്. അപ്പൊ AR എടുക്കുന്ന ഒരു തീരുമാനത്തിൽ അപ്പീൽ കൊടുക്കാർക്ക് അതിന്റെ തൊട്ട് മുകളിലുള്ള ആൾക്കാണ് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഹൈറാർക്കി അനുസരിച്ചിട്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലോ. ഇനി നമുക്കറിയാം CSEBയുടെ പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് നന്നായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് ലോയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ വിശദമായി തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് ആദ്യം തൊട്ട് തന്നെ ബിഗിനേഴ്സിനായിട്ടുള്ള ഒരാൾക്കും ഏറ്റവും ആദ്യം തൊട്ട് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോകാനായിട്ട് CSEയിൽ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 monthsന്റെയും അതുപോലെ തന്നെ 6 monthsന്റെയും കോഴ്സാണ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് നമുക്ക് ജനുവരി 26 റിപ്പബ്ലിക് ഡേയോടനുബന്ധിച്ച് 25, 26, 27 തീയതികളിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് 20% ഓഫറും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു അവസരം നിങ്ങൾ യൂസ് ചെയ്യാം. ഓഫർ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആദ്യം തൊട്ടിട്ടുള്ള കാര്യങ്ങൾ ബേസ് തൊട്ട് തന്നെ കൃത്യമായിട്ട് ആ ഒരു ടൈം എടുത്തുകൊണ്ട് തന്നെ പഠിച്ച് മുന്നേറാം. നന്നായി പഠിക്കുക. Stay happy learning. So, thank you.